ഹായ് ഫ്രണ്ട്സ്, ഹാസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെറും 10 മിനിറ്റിനുള്ളിൽ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോർട്ട് കട്ട് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് വാട്ടർമാർക്കും കാര്യങ്ങളൊന്നുമില്ല, ഒരുപാട് അഡ്വാൻസ് ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിലുള്ള ഫീച്ചേഴ്സുകളെ കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ട്യൂട്ടോറിയൽ കണ്ടിട്ട് മനസ്സിലാക്കാം. വീഡിയോ മുഴുവൻ കാണാം, മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങാം. ഷോർട്ട് കട്ട് എന്ന ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വീഡിയോയുടെ തൊട്ട് താഴെ നമുക്ക് ഓപ്ഷൻസ് കാണാം, ലെയർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ പ്ലസ് ബട്ടണിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലുള്ള വീഡിയോകൾ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോക്ക് വീഡിയോകളുണ്ട്, ഇഷ്ടംപോലെ ഗ്രീൻ സ്ക്രീൻ വീഡിയോകൾ അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ തൊട്ട് താഴെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതിന് താഴെ നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇഷ്ടംപോലെ എഫക്ട്സ് ഉണ്ട്, നമുക്കിവിടെ കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റും. മൂഡ്, യൂട്യൂബ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് നമുക്ക് ഇവിടെ നിന്നും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമുക്കിവിടെ കാണാം. പിന്നെ ഒരു എഡിറ്ററിന് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യം, അപ്പോൾ നമുക്ക് അത് കാണാം. ഇവിടെ എഡിറ്റ് എന്നൊരു ബട്ടൺ കാണാം താഴെ, അതിലോട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. നമുക്കൊന്ന് വീഡിയോ ആദ്യം ഒന്ന് സ്ലൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടും, സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്. നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഭാഗം സ്പ്ലിറ്റ് ചെയ്യണോ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, ആ ഭാഗം ഇതേപോലെ കട്ടായിട്ട് വരും. എന്നിട്ട് നമുക്ക് ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ പറഞ്ഞിടേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അത് അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. ഓക്കെ, നമുക്കൊന്ന് വീണ്ടും എഡിറ്റ് ബട്ടണിലോട്ട് പോവാം. ഇവിടെ നമുക്ക് എഡിറ്റ് ഓപ്ഷനിൽ ട്രിം ഓപ്ഷൻ, നമുക്ക് ഈ ഒരു ഫീച്ചർ എല്ലാ ഒരു എഡിറ്ററിലും ഉണ്ടാകുന്നതാണ്. നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ നമുക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്ക് ട്രിം ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോ എഡിറ്ററിൽ കാണാത്ത ഒരു ഫീച്ചറാണ് ക്രോപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്രോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ക്രോപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. വീഡിയോ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് മിറർ ചെയ്യാൻ പറ്റും, പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആനിമേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും വീഡിയോകൾക്ക്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ആനിമേഷൻ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ആനിമേഷൻ നമുക്ക് വീഡിയോയിൽ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനകത്ത് ക്രോമാക്കി ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രോമാക്കി ഓപ്ഷൻ പ്രോ വേർഷനിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രീ ആയിട്ടുള്ള വേർഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കി അടിപൊളിയാണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റ, ബൈ ബൈ.